പാലക്കാട് RSS പ്രവർത്തകൻ ശ്രീനിവാസൻ വധക്കേസിൽ പോപ്പുലർ ഫ്രണ്ട് ഭീകരർക്ക് ജാമ്യം നൽകിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതി 17 പ്രതികൾക്ക് ഒരുമിച്ച് ജാമ്യം നൽകിയത് മതിയായ കാരണങ്ങളില്ലാതെയാണെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. NIA ഹർജിയിൽ കോടതി വിശദമായ വാദം കേൾക്കും. RSS പ്രവർത്തകൻ ശ്രീനിവാസൻ വധക്കേസിൽ പ്രതികൾക്ക് ജാമ്യം നൽകിയ ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് സുപ്രീം കോടതിയുടെ വിമർശനം. 17 പ്രതികൾക്കും ഒരുമിച്ച് ജാമ്യം നൽകിയത് മതിയായ കാരണങ്ങളില്ലാതെയാണെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. പോപ്പുലർ ഫ്രണ്ട് ഭീകരർക്ക് ജാമ്യം നൽകിയ ഹൈക്കോടതി വിധി ചോദ്യം ചെയ്തുള്ള NIA ഹർജി പരിഗണിക്കവെയാണ് സുപ്രീം കോടതിയുടെ വിമർശനം. കുറ്റകൃത്യത്തിൽ ഓരോ പ്രതിയുടെയും പങ്ക് പ്രത്യേകം പരിഗണിക്കണമായിരുന്നുവെന്നും 17 പ്രതികൾക്ക് ഒരുമിച്ച് ജാമ്യം അനുവദിച്ചതിൽ പിഴവ് പറ്റിയെന്നും സുപ്രീം കോടതി നേരത്തെ നിരീക്ഷിച്ചിരുന്നു. 2022 ഏപ്രിൽ 16-നാണ് പാലക്കാട് മേലാമുറിയിലെ കടയിൽ കയറി PFI ഭീകരർ ശ്രീനിവാസനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. NIA അന്വേഷിച്ച കേസിൽ ഗൂഢാലോചനയിലും കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കുള്ളതുമായ പോപ്പുലർ ഫ്രണ്ട് SDPI പ്രവർത്തകർ പിടിയിലായി. പിന്നീട് 9 പ്രതികളൊഴികെ 17 പേർക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. ജാമ്യം ചോദ്യം ചെയ്തുകൊണ്ടുള്ള NIA ഹർജിയും ജാമ്യം നൽകണമെന്നാവശ്യപ്പെട്ട് മറ്റ് പ്രതികൾ നൽകിയ ഹർജിയും കോടതി ഒരുമിച്ച് വിശദമായ വാദം കേൾക്കും. ജനം, ഡൽഹി.